പക്ഷേ എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താന്ന് നീ വിചാരിക്കണ്ട. വെട്ടി എറിഞ്ഞു കളയും നിന്നെ. നിങ്ങളവരെ കൊന്നുകളെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു സാർ. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മകൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കും സാർ. അവരുടെ സന്തോഷം നമ്മളായിട്ട് തകർക്കുന്ന എന്തിനാ? പ്ലീസ് അവരെ വിട്ടുകളെ സാർ. ഹോസ്പിറ്റലിൽ ഡോക്ടർ അതൊന്നും ചോദിച്ചില്ലല്ലോ, ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. ആപത്തിലിരിക്കുമ്പോൾ കൂടെ നമുക്ക് ഉപയോഗിക്കാത്ത ഈ ജാതി എന്തിനാണ് സാർ? പറയൂ സാർ. എന്തിനധികം സാർ, ഒരു രാത്രി ഒരു പെണ്ണിനെ ബുക്ക് ചെയ്യാൻ നേരത്ത് ജാതി ചോദിക്കാറുണ്ടോ? അപ്പൊ സെക്കൻഡ് സെറ്റപ്പിന് അല്ലല്ലേ? പെണ്ണ് കാണാൻ കൊള്ളാമെന്ന് മാത്രമല്ലേ നമ്മൾ നോക്കാറുള്ളൂ സാർ. എന്നാൽ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നേരത്ത് എല്ലാ പ്രശ്നങ്ങളും വരും. പഠിപ്പുള്ളവർ പറയും മനുഷ്യവർഗം ഉണ്ടായത് കൊരങ്ങന്മാരുടെ ജാതി എന്നാണത്രേ. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിങ്ങളുടെ മുത്തശ്ശൻ ഏത് വാനര ജാതിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക? എന്റെ മുത്തശ്ശൻ ഏത് വാനര ജാതിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക? പറയൂ സാർ, പറയൂ സാർ. ഒരു മിനിറ്റ് സാർ. അമ്മാവ, ഇയാളെ കൊല്ലാനല്ലേ എല്ലാ ദിവസം കത്തിയായിട്ട് നടന്നുകൊണ്ടിരുന്നത്? പിന്നെന്തിനാ ഇയാൾ രാത്രി അവിടെ ചാമടി കിടന്ന സമയത്ത് രക്ഷയ്ക്കായിട്ട് ആളെ വിളിച്ചു കൂട്ടിയത്? ജീവനോടെ കാണുമ്പോ ദേഷ്യവും പകയും എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജീവന് വേണ്ടി പിടയുന്ന കണ്ടപ്പോ എന്താന്നറിയില്ല, രക്ഷിക്കണമെന്ന് തോന്നി. ആ ദൈവം എല്ലാരെയും രക്ഷിക്കുന്നേ. ദൈവമേ, എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. കണ്ടില്ലേ സർ, മനുഷ്യരിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട് ഒന്ന് തിരിച്ച് പ്രതീക്ഷിക്കാതെ അതൊക്കെ ദൈവമാ ചെയ്തതെന്ന് പറയും. മനുഷ്യന്മാർക്കൊരു പ്രശ്നം വരുമ്പോഴാ സാറേ മറ്റൊരു മനുഷ്യന്റെ വില അറിയുള്ളൂ. ഇനിയൊക്കെ സാറിന്റെ ഇഷ്ടം. സോറി അങ്കിളെ. ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? അങ്ങനെ അവരെ നീ ഒന്നിപ്പിച്ചല്ലേടാ. നമുക്കിപ്പോ സന്തോഷമായോ? എന്താണേലും സൂപ്പറാണ്. അവർ കൊല്ലുമെന്നറിഞ്ഞിട്ടും കൊല്ലാൻ വന്നിട്ടും സിൻസിയറായി ആ പെണ്ണിൻ്റെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചില്ലേ? നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും ഇങ്ങനെയൊക്കെ പ്രേമിക്കാൻ പറ്റൂടാ. എന്തൊക്കെയാണേലും സിൻസിയറായിട്ട് തന്നെ പ്രേമിക്കണം. ഇവനവിടെ പോയി? Bye. Bye.
പുറകെ വരുന്നത്? വേറെ ആരും സെറ്റ് ആയില്ലേ നിനക്ക്? നീ കാരണം അതൊക്കെ സംഭവിച്ചത്. അന്ന് നീ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നടന്നൊക്കെ വല്ലതും സംഭവിക്കുമായിരുന്നു. അതെ സാർ, അതെ, തെറ്റ് എന്റേതാണ്. എടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യമേ നിനക്കല്ലാതെ ബാക്കി എല്ലാവർക്കും അറിയാം. അറിയാതെ ആണെങ്കിൽ പോലും ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എനിക്ക് തല്ല് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും നീ വരുമെന്ന് അറിയില്ലെങ്കിലൊക്കെ എല്ലാ ദിവസം കാത്തുനിന്ന് അതുകൊണ്ടൊക്കെ അറിയോ നിനക്ക്. എന്നാൽ നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നോട് പറഞ്ഞു കളഞ്ഞില്ലേടി. നീ എന്റെ പുറകെ നടക്കാതെ പോയി വേറെ വല്ല പണി നോക്ക്. എന്റെ കല്യാണം ഫിക്സ് ആയി. നീ അത് ഈ കള്ളം പറയുന്നൊക്കെ നിർത്ത്. നിനക്ക് ലവറും ഇല്ല, കല്യാണവും ഫിക്സ് ആയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഞാനാണ് കള്ളം പറഞ്ഞതെന്നോ? നോക്ക്, നമ്മൾ പ്രേമിക്കുന്നൊരു പെണ്ണെ എവിടെയാണ് എങ്ങനെയാന്നൊക്കെ നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അറിയോ നിനക്ക്? എന്താന്ന് വെച്ചാൽ അവരാരുടെ ഒരു നല്ല ഹാപ്പി ആവുമെന്ന് നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആണുങ്ങളാണെങ്കിലേ സ്നേഹിക്കുന്ന പെണ്ണ് എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണമെന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അതുകൊണ്ടാ നീ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചത്. എല്ലാം അറിയുന്ന നിനക്ക് ഞാൻ നിന്നെ പ്രേമിക്കുകയാണെന്നുള്ള കാര്യം മാത്രം മനസ്സിലായില്ലേ? ആ, നീ ഇല്ലാത്ത ഓരോ നിമിഷവും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് നീ കാരണം എൻ്റെ നിന്ന് പോയ ചോക്ലേറ്റ് ബോക്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വാച്ച്മാന്റെ കയ്യിൽ കൊടുത്തു. ആക്ച്വലി അപ്പൊ തന്നെ നിന്നെ ഒരുപാട് എനിക്കിഷ്ടമായി. അതറിയോ? എപ്പോഴും കോളേജ് ബസ്സിലെ പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ബസ് മിസ് ചെയ്യായിരുന്നു. നിന്റെ കൂടെ സംസാരിക്കാൻ, എന്റെ പ്രണയം നിന്നോട് പറയാൻ അന്ന് ഞാൻ വന്നു. അതിന് മുന്നേ നടന്ന പ്രശ്നം കാരണം അഞ്ജു റെഡ്ഡിയും അയാളുടെ ആളുകളും പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ എപ്പം നിന്നോട് ഐ ലവ് യു എന്ന് പറയുന്നോ അന്ന് തന്നെ നിന്നെ കൊല്ലണമെന്ന്. അത് ഞാൻ മനസ്സിലാക്കിയോണ്ടാ അന്ന് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്ത് പോയത്. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോഴും നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞു. ആ കാര്യം അറിഞ്ഞ് അച്ഛൻ എന്നെ ആ കോളേജിൽ നിന്ന് മാറ്റി ഈ കോളേജിൽ ചേർത്തു. അതറിയോ? എന്താടാ നിനക്ക് ഒരു തവണയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നാതിരുന്നേ? ആ, എപ്പോഴും നിന്നെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നേ. എപ്പോഴെങ്കിലും കോളേജിൽ എന്നെ ഒന്ന് കാണാൻ വരുന്നു വിചാരിച്ചിരുന്നു. അറിയോ നിനക്ക്? ഇപ്പോഴാണ് നിനക്ക് എന്നെ ഓർമ്മ വന്നത്. അതല്ല ഞാൻ. പ്ലീസ്, നീയും വേണ്ട, നിന്റെ പ്രേമവും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ അവിടുന്ന് പോവും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. ഞാൻ ഇപ്പോ ഒന്ന് ഓക്കെ ആയി വന്നോണ്ടിരിക്കുക. പെൺകുട്ടികൾ ഒരു തവണ തിരിഞ്ഞു നോക്കിയാൽ തന്നെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ പുറകെ നടക്കും. അറിയോ നിനക്ക്? അപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എങ്ങനെയാണ് മിസ് ചെയ്യുന്നത്? എനിക്ക് ജീവനുള്ളവരെ എന്തായാലും നിനക്ക് വേണ്ടി ഞാനുണ്ടാവും. ഈ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല. I love you. I love you. I love you.